അപ്പോഴേ വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ശീമജാമ്പ എന്ന് പറയുന്നത് അടിപൊളി ഭംഗിയാണ്. നല്ല പിങ്ക് കളറിൽ വന്നിട്ട് ഇപ്പോൾ ഒരു കമ്പിലാണ് ഈ പൂ പൂത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ്. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് കഴിക്കാനും പറ്റും പൂവ്. പിന്നെ നമ്മുടെ കോട്ടൂർക്കോണം മാവ്, ഇത് ഒത്തിരി കാച്ചു, പക്ഷേ എല്ലാം മുകളിലോട്ടാണ്. അത്രയും വാവലും എല്ലാം എന്തൊക്കെ പറയാനുള്ള പ്രാണികളും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെഡ് ലേഡി പപ്പായ, നമ്മുടെ ഫസ്റ്റ് കായാണ്. ഇനി പഴുത്ത് വരുന്നുണ്ട്, ഇനി അടർത്ത് വയ്ക്കണം. പിന്നെ നമ്മുടെ റംബൂട്ടാൻ. റംബൂട്ടാൻ ഒരു രക്ഷയില്ല. ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മേടിച്ച് നട്ടതാണ്. ഇപ്പം അത്യാവശ്യം നല്ല കായുണ്ട് കേട്ടോ. ഒരു 6-7 വർഷം കൊണ്ട് ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശീമച്ചക്ക, ആ പറഞ്ഞതുപോലെ പിന്നെ എന്താണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര, ഇതൊക്കെ എനിക്ക് കിട്ടുന്നിടത്തു നിന്നൊക്കെ ഞാൻ ഒരു ചെറിയ തണ്ട് കൊണ്ട് വയ്ക്കും, പൊടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഈ നമ്മുടെ കാന്താരി മുളക്, അതുപോലെ സലാഡ് വെള്ളരി, ഇതാ ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ റംബൂട്ടാനാണ്. അതിൻ്റെ തൈയാണ് കേട്ടോ. അത് പണ്ട് കഴിച്ചതിൻ്റെ കുരു വീണ് പൊടിച്ചതാണ്. പിന്നെ നമ്മുടെ ആത്തച്ചക്ക, ഇതും അതുപോലെ തന്നെ കുരു വീണ് പൊടിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും നട്ടതല്ല കേട്ടോ, ഇതൊക്കെ കയറി വന്നതാണ്. പക്ഷേ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമല്ലോ. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ. പിന്നെ ഞാൻ പയർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല നീളമുള്ള മീറ്റർ പയറാണ്. അത്യാവശ്യം കയറി വരുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ഈ തണ്ട് വന്നിട്ട് എന്തോ പ്രാണി കുത്തി അത് വാടിപ്പോകും.